ഹലോ ഗായ്സ്, ഇങ്ങോട്ട് നോക്കിയേ. ഇൻസ്റ്റഗ്രാം ഫുള്ള് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്കിന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് ഇഫ ചിക്കൻ. ഇതിനുവേണ്ടി നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇച്ചിരി മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പും, 1 ടേബിൾ സ്പൂൺ വിനേഗറും, 2 ടേബിൾ സ്പൂൺ യോഗർട്ടും, കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ലോ ഫാറ്റ് യോഗർട്ടാണ് എടുത്തത്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കാം. 2 ബോയിൽഡ് എഗിൻ്റെ എഗ് വൈറ്റ്സും 2 ക്ലവ് ഗാർലിക്കും, ചീസ് സ്ലൈസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഷ്രെഡഡ് മോസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ 3 to 4 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ചീസും നമ്മൾ അതേ ക്വാണ്ടിറ്റി ആയിട്ടോ ആഡ് ചെയ്തത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും, വേണമെങ്കിൽ 1/4 ടീസ്പൂൺ ഷുഗറും ചേർത്തൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. കൺസിസ്റ്റൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് മിൽക്കും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് ഈ കാണുന്ന കൺസിസ്റ്റൻസിയിൽ നമുക്ക് വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ബട്ടറും ഒലിവ് ഓയിലും മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസസ് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചും അടച്ചും വെച്ച് ചിക്കൻ നല്ലപോലെ ഒന്ന് കുക്കാവുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇനിയല്ലേ നമ്മുടെ മെയിൻ പാർട്ട്. നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ച വൈറ്റ് സോസ് നമ്മുടെ ചിക്കൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചിക്കനെ നമുക്ക് ആകെ അങ്ങ് ഈ വൈറ്റ് സോസ് കൊണ്ട് മൂടി വെക്കണം. നമുക്കിനി പാൻ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കിയാലോ ഗായ്സ്? ആഹാ, നിങ്ങൾ ഇത് കാണുന്നുണ്ടോ ഗായ്സ്? അങ്ങനെ നമ്മുടെ ക്രീമി ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുവാണ് ഗായ്സ്. ആ ലുക്ക് കണ്ടില്ലേ ഗായ്സ്? എങ്ങനെയുണ്ട്? ആവി പറക്കുന്ന കണ്ടോ? ചപ്പാത്തിയോ കുബൂസോ എന്തായിക്കോട്ടെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ചപ്പാത്തി എടുത്ത് ചൂട് മാറാനൊന്നും വെയിറ്റ് ചെയ്യാതെ, സോറി ഗായ്സ്, അതിനുള്ള ക്ഷമയില്ലാതെ ആയിപ്പോയി. ട്രൈ ചെയ്യുവാണ് ഗായ്സ്, നമ്മൾ കൊതി വിടല്ലേ. എൻ്റെ പൊന്നോ, ചുമ്മാതല്ലോ ഈ ഐറ്റം വൈറലായത്. ഡോണ്ട് മിസ് ഇറ്റ് ഗായ്സ്. ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഗായ്സ്. ഇതൊരു അഡാർ ഐറ്റം തന്നെ. മസ്റ്റ് ട്രൈ.